എന്താണ് നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. എനിക്കിവിടെ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പൊന്നും ഞാൻ നാട്ടിലേക്കില്ല. എന്തായാലും ഞാൻ തീരുമാനിച്ചു തിരിച്ചു പോകാൻ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പപ്പയുണ്ടല്ലോ. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പൊ നീ ഒന്നും പറയണ്ട. നന്നായി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ദാ ഇതൊരു ചെറിയ ഗിഫ്റ്റ്. എന്താ അത്? താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ചില സ്പെഷ്യൽ മാറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഫറൻസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നത്. പ്രധാനമായും നമ്മുടെ പുതിയ പ്രോജക്ട്സ്, ഇന്റർനാഷണൽ ഡീലിംഗ്സ്, റെസ്റ്റോറൻറ്റ്സ്, കെയർ യൂണിറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇവയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളും എന്റെ നീസ് കൂടിയായ സ്മിതയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സൂൺ എത്തിക്കുന്നതായിരിക്കും. പൂജ, അപ്പം നമ്മുടെ ന്യൂ പ്രോപ്പർട്ടി മാറ്റേഴ്സിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ എവിടെ? റെഡിയാണ് മാം, സൈൻ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇത് എന്നോട് പറയുന്നത്? മാം, ഇന്നലെയും ഞാൻ പറഞ്ഞതാ. മാമിന് അപ്പോ എന്ന് പറഞ്ഞു. ആൻജോ കൺസ്ട്രക്ഷനുമായിട്ടുള്ള കോൺട്രാക്ട് ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. നമ്മൾ തീരുമാനിച്ചതുപോലെ അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെ ആണ്. 2-3 വീക്സിനുള്ളിൽ കൺഫർമേഷൻ വരും. ഏതായാലും ബിസിനസ് സംബന്ധമായ മറ്റ് അപ്ഡേഷൻസ് ഒക്കെ ഉടൻ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അനീനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ശരി, അടുത്ത ചായക്കട. എന്തായി നിന്റെ പുല്ലുമേക്കലും നിലവഴുതുവാനുള്ള പരിപാടികളൊക്കെ? എല്ലാം അങ്ങനെയായി വരുന്നു. അനിയുമായിട്ട് വിശദമായി സംസാരിച്ചിരുന്നു. ആൾക്ക് എന്തായാലും ഇത്ര വലിയ ബിസിനസ്സൊക്കെ മാറ്റിവെക്കാനോ കംപ്ലീറ്റ് അവസാനിപ്പിക്കാനോ ഇപ്പൊ പോസിബിൾ അല്ല. 2-3 ഇയേഴ്സ് അതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ കുറച്ചു കാലം നാട്ടിൽ പോയി പ്ലാൻ ചെയ്ത് ഫർദർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നാണ്. അപ്പൊ മോളോ? തീർച്ചയായും എല്ലാം ഒന്ന് സെറ്റായ ശേഷം പിന്നെ അവൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ തീരുമാനിച്ചു. എൻ്റെ ഗ്രാമത്തിലേക്ക്, എൻ്റെ നാട്ടിൻ പുറത്തേക്ക്, ഓർമ്മകളിലേക്ക് മടങ്ങുകയാണ് ഞാൻ. നിർമ്മല, കോഫി കുടിക്കൂ, തണുത്തു പോകും. മകൾക്കും നിർമ്മലയെപ്പോലെ ചെറുപ്പത്തിലെ നഗരത്തിലേക്ക് പറിച്ചെന്നിട്ട് തിരക്ക് പിടിച്ച ഫർദർ ജീവിതം മാത്രമല്ലാതെ അവരുടേതായ മനസ്സിനിണങ്ങിയ ലൈഫ് കണ്ടെത്തുവാനുള്ള ചോയ്സ് നമ്മൾ ഒരുക്കുക. മാത്രമല്ല, നിർമ്മല ഇപ്പോൾ മറ്റുള്ളവർക്കും ലോകത്തിന് തന്നെ നല്ലൊരു മാതൃകയാവുകയാണല്ലോ. പ്രകൃതിയെ സ്നേഹിക്കുന്ന നാം എല്ലാം നേച്ചറിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നറിയുന്ന. നമ്മുടെ ന്യൂക്കർ ക്ലിനിക്സിന്റെ ഷെയർസ് എല്ലാം അപ്ഡേറ്റ് അല്ലേ? എവറിത്തിങ് ഡീറ്റെയിൽ ആയി സ്മിത അപ്ഡേറ്റ് ചെയ്തോളും. പിന്നെ അത്യാവശ്യങ്ങൾക്ക് എന്നെ വെയിറ്റ് ചെയ്യണ്ട. അതാ പവർ ഓഫ് അറ്റോർണിയും ഏൽപ്പിച്ചത്.
അപ്പോൾ എല്ലാം ഭംഗിയാവട്ടെ. അവൈലബിൾ ആവുകയാണെങ്കിൽ ഞാൻ നാട്ടിലൊന്ന് പോകാൻ ശ്രമിക്കാം. ഹാപ്പി ജേണി. അനി, സമയം കിട്ടുമ്പോഴൊക്കെ മോളെ പോയി കാണണം കേട്ടോ. ഇറ്റ്സ് ഓക്കെ. ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി കണ്ടോളാം. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണു. കുട്ടി വല്ലാണ്ടായിരിക്കണല്ലോ. അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്.
ആ കാലെല്ലാം പോയി മോളെ. ഹലോ നിർമ്മല. ആ ജിനി പറയൂ. സോറി ഡേ, നമ്മുടെ മീറ്റ് പിന്നീട് ഒരിക്കലാകാം. എനിക്ക് പെട്ടെന്ന് വന്ന് കാണാൻ പറ്റില്ല. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ വന്ന് കാണാം. അതല്ല, പല പല മാറ്റേഴ്സ് കൂടാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. നീ എന്തായാലും ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓ, അങ്ങനെയാണോ? നാട്ടുംപുറങ്ങളും സ്വന്തവും ബന്ധവും ഒന്നിനും ആരെ വിളിച്ചാ കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എന്റെ തീരുമാനത്തിൽ ചിലപ്പോ ഒരു മാറ്റം ഉണ്ടായിരിക്കും. കളിയൂല്ല, ചിരിയൂല്ല, എന്തിന് ഒന്ന് മിണ്ടാൻ പോലും. ശരിയെന്നാ, ഓക്കെ, ഞാൻ വിളിക്കാം. ഓ ശരി, എന്നാ ബൈ. മരിക്കാത്ത ആ നല്ല ഓർമ്മകൾ മാത്രേ ഇനി കൂടെ ഉണ്ടാവൂ. ആ മരിക്കാത്ത ആ നല്ല ഓർമ്മകളുമായി അവൾ വീണ്ടും മടങ്ങുകയായി. വരും തലമുറകൾ